ആരോപണ പെരുമഴ വരുമ്പോഴും പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു. PV അൻവറിന്റെ കടുത്ത ആരോപണങ്ങൾ, അതിൽ തെളിവുകളടക്കം പരാതിയായി പാർട്ടിക്ക് നൽകിയപ്പോഴും ADGPക്കെതിരെ നടപടിയില്ല എന്നുകൂടി CPM സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ്, ഇതേ തുടർന്നുള്ള പ്രതികരണങ്ങളാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടത്തിലേക്ക് ഒരിക്കൽ കൂടി. ദീപക് ധർമ്മടം, CPIയെ സംബന്ധിച്ച്, ഘടകകക്ഷികളെ സംബന്ധിച്ച് ADGP RSS കൂടിക്കാഴ്ചയും ഒപ്പം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ച് CPIക്ക് തൃശ്ശൂരിലുണ്ടായ മുന്നണിക്കുണ്ടായ തോൽവി, VS സുനിൽകുമാർ അടക്കം പലതവണ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നു. റിപ്പോർട്ട് പുറത്തു വരുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് ADGPയെ തൽക്കാലം മാറ്റില്ല, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റില്ല എന്ന തീരുമാനം, അത് CPIക്ക് ഉൾക്കൊള്ളാനാവുന്നതാവില്ലല്ലോ. അത് അവരെ ബോധ്യപ്പെടുത്തുക, മുന്നണിയെ ബോധ്യപ്പെടുത്തുക എന്നത് CPMന് അത്ര എളുപ്പമാവുമോ? യഥാർത്ഥത്തിൽ അത്തരമൊരു ബോധ്യപ്പെടുത്തൽ ശ്രമം CPIM നടത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം LDF കൺവീനർ ബിനോയ് വിശ്വവുമായി കഴിഞ്ഞ ദിവസം LDF യോഗത്തിന് മുൻപ് തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ LDF യോഗത്തിൽ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഒറ്റയും തെറ്റയുമായി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും എഡിറ്റോറിയൽ എഴുതപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പി ശശിക്കെതിരെ അന്വേഷണം വേണ്ട എന്നത് പാർട്ടിയുടെ തീരുമാനമാണ്, മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. അതായത് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിയും അന്വേഷിക്കാൻ തയ്യാറല്ല, സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും തയ്യാറല്ല. അതിൻ്റെ കാരണം അത് പ്രാഥമികമായൊരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശശി ചെയ്തത് ശരിയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അജിത് കുമാറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രശ്നം. അജിത് കുമാർ ഏതെങ്കിലും രീതിയിൽ നിയമം വിട്ട് പെരുമാറിയിട്ടില്ല, അനധികൃതമായി പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഈ കാര്യം പാർട്ടിയിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയം വിശദീകരിച്ചു, സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല, AK ബാലൻ, MV ഗോവിന്ദൻ തുടങ്ങിയ മുതിർന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതിലെല്ലാം തന്നെ അജിത് കുമാർ നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ അജിത് കുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും അജിത് കുമാർ നിർണായകമായ ലോ ആൻഡ് ഓർഡർ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. കൊച്ചി IG ആയും തൃശ്ശൂർ IG ആയും ഒക്കെ ഇരുന്നത് ഇടത് ഭരണകാലത്തല്ല, UDF ഭരണകാലത്താണ്. ഇതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി അദ്ദേഹം നടത്തിയതായി പാർട്ടിയും സർക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ അന്വേഷണം ചട്ടപ്പടി നടക്കുകയും ചെയ്യും. ഈ രണ്ട് തീരുമാനങ്ങളിൽ ഏറ്റവും ഒരുപക്ഷെ കൂടുതൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, CPIയുടെ അടക്കം അമർഷത്തിനിടയാവാൻ സാധ്യതയുള്ളത്, പ്രത്യേകിച്ച് CPIയുടെ മുതിർന്ന നേതാവ് പ്രകാശ് ബാബു അടക്കം ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് തന്നെയായിരുന്നു. അതിൽ ഇനി എങ്ങനെ ആ പാർട്ടിയെ ബോധ്യപ്പെടുത്തും? അതല്ല, ബിനോയ് വിശ്വവും അല്ലെങ്കിൽ TP രാമകൃഷ്ണൻ തമ്മിലുള്ള ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി ബോധ്യപ്പെടുത്തിയാലും CPIക്കകത്ത് പ്രത്യേകിച്ച് VS സുനിൽകുമാറിനടക്കം ഇന്ന് K രാജൻ അത് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും RSSുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയിലും കാര്യങ്ങൾ CPIക്ക് ബോധ്യപ്പെടുമോ? ദിലീപ് കുമാർ. ഗൂഗിൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞ LDF യോഗത്തിന് കയറും മുമ്പ് തന്നെ RJDയുടെ നേതാവായിട്ടുള്ള വർഗീസ് ജോർജ് ഈ വിഷയം ഉന്നയിക്കും എന്ന കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ദീപക് പറഞ്ഞ പോലെ ഇപ്പോൾ ADGPയുടെ സാമർഥ്യമോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ സംബന്ധിച്ചല്ല. LDFൽ ഈ തർക്കമുണ്ടായത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ചാണ്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെയും അതോടൊപ്പം തന്നെ ദേശീയ നേതാവായ റാം മാധവിനെയും കണ്ടു. എന്തിന് കണ്ടു? ആരുടെ നിർദ്ദേശപ്രകാരം കണ്ടു? ഈ വിവരങ്ങളാണ് LDFനെ സംബന്ധിച്ച് മുന്നണിക്കകത്ത്, ഇപ്പോൾ CPIMനകത്തൊക്കെ ഈ ചർച്ചയായ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം, ഏത് കാര്യത്തിനാണ് കണ്ടത്? ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമാണ് LDFനകത്തും CPIMനകത്തും ഒക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മെയ് 22 കഴിഞ്ഞ വർഷം അദ്ദേഹം ചർച്ച നടത്തുന്നു, ദത്താത്രേയ ഹൊസബളയുമായി ചർച്ച നടത്തുന്നു. അതിൽ CPIക്ക് ദഹിക്കാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. അവർ ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള K പ്രകാശ് ബാബു പറഞ്ഞിട്ടുണ്ട്, CPIയുടെ മുഖപത്രമായ ജനയുഗം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ നിലയിൽ കൂടിക്കാഴ്ച നടത്തിയത്? അത് സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. മാത്രമല്ല, ഇത് ADGPയെ മാറ്റി നിർത്തണം എന്ന് CPI പറയുന്നത് അത് നേരത്തെയുള്ള സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ DGPയുടെ കാര്യത്തിലാണ് പ്രകാശ് സിംഗ് കേസിലുള്ള വിധി. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ ഈ ബാധകമായതെന്നാണ് CPI നേതാക്കൾ അവകാശപ്പെടുന്നത്. അതാകട്ടെ രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ഇവിടെ വേണമെങ്കിൽ ADGPയെ മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് എന്ന്
നേതാക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. RJDയും ഇപ്പോഴത്തെ ഈ നിലപാടിൽ തൃപ്തരല്ല. കാരണം അല്പസമയം മുമ്പ് തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. കഴിഞ്ഞ LDF യോഗത്തിൽ ഇത് RJDയുടെ നേതാവ് വർഗീസ് ജോർജാണ് ഈ വിഷയം ഉന്നയിച്ചത്. അതിനെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിന്തുണച്ച് സംസാരിച്ചു. NCP നേതാവ് PC ചാക്കോയും ഈ കൂടിക്കാഴ്ചയുടെ കാരണത്തെക്കുറിച്ച് അറിയണം എന്നാവശ്യപ്പെട്ടപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലൊരു അന്വേഷണം നടക്കുകയാണ്, ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് ആ യോഗത്തിൽ തുറന്നു പറഞ്ഞത്. തുടർന്നാണ് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് ആ യോഗം അവസാനിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു. റിപ്പോർട്ട് വന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെ സംബന്ധിച്ചൊക്കെ CPIക്ക് ഉള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇനി ഇക്കാര്യത്തിൽ മുന്നണി യോഗം ഇതോടുകൂടി വളരെ നിർണായകമായിരിക്കുകയാണ്. ഗോകുൽ, തീർച്ചയായും ഇനി അല്പസമയത്തിനകം CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. ഈ ADGP RSS കൂടിക്കാഴ്ചയിലടക്കം എന്തുകൊണ്ട് നടപടിയില്ല, അല്ലെങ്കിൽ അതിനെ എങ്ങനെ, ആ ആരോപണത്തെ, ആക്ഷേപത്തെ, CPIയുടെ അടക്കം അതൃപ്തിയെ CPM എങ്ങനെ നേരിടും എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുക. 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം.